ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 155. നമ്മുടെ മണ്ഡലം 1 15-ാമത്തെ അധ്യായത്തിൽ സൂക്തം 97 നോക്കുന്നത്. ഇത് അഗ്നിയെ പറ്റിയാണ്. അഗ്നി എന്നത് ഊർജമാണ്. ഊർജം എന്ന് പറഞ്ഞാൽ ശക്തി, ബലം എല്ലാം അതിൽപ്പെടും. വേദത്തിൽ അഗ്നി എന്നതുകൊണ്ട് എല്ലാ ഊർജങ്ങളും ശക്തികളും എല്ലാം അതിൽപ്പെടും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നാമത്തെ മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 97-1. ഋഷി കുത്സൻ, ദേവത അഗ്നി, ഛന്ദസ് ഗായത്രി. അപന ശോചുവത് അഖം അഗ്നി ശുശുപ്ത്വാരയീം അപന ശോചുസത് അഖം. ഞങ്ങളുടെ പാപം ഭസ്മമാക്കാനും നാലുപാടും ധനം പ്രകാശിപ്പിക്കാനും ഞങ്ങളുടെ ദുഃഖം നശിപ്പിക്കാനും അഗ്നിയോട് അപേക്ഷിക്കുന്നു. ഇതിൽ പറയുന്നത് അഗ്നിയോട് നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഇല്ലാതാക്കണേ എന്ന് പറയുകയാണ്. ദുഃഖം എന്താണെന്നറിയാം. എന്തെങ്കിലും ഇല്ലാതിരിക്കുമ്പോഴാണ് ദുഃഖം വരുന്നത്. എന്തെങ്കിലും കുറവുണ്ടാകുമ്പോൾ. പാപം എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് നമുക്ക് കഷ്ടപ്പാടും ദുരിതം ഉണ്ടാകുമ്പോൾ പാപം. നമുക്ക് സുഖമാണെങ്കിൽ പുണ്യം. വിശക്കുമ്പോൾ പാപം. ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞാൽ പുണ്യം. രോഗമുള്ളപ്പോൾ പാപം, രോഗം മാറിയാൽ പുണ്യം. ഇതാണ് പാപം പുണ്യം. മനസ്സിൻ്റെ അവസ്ഥയാണ്. അപ്പം ഇതിനെല്ലാം എന്ത് കിട്ടിയാൽ മതി? വിശക്കുമ്പോൾ ഭക്ഷണം, ദാഹിക്കുമ്പോൾ വെള്ളമെല്ലാം കിട്ടുമെങ്കിൽ നമ്മൾ പുണ്യവാന്മാരാണ്, എല്ലാം പാപികൾ. അപ്പം ഇത് തീരണ്ടിക്കൽ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ധനം കിട്ടിയാൽ മതി. ധനമുണ്ടെങ്കിൽ പുണ്യം. ആ നിലയിൽ അതെന്താണ് എന്നിട്ട് പറയുന്നത്? നമ്മളെ പാപങ്ങളും ദുഃഖവും ഇല്ലാതാക്കി തരണേ, നമുക്ക് ധനം നേടിത്തരണേ. അഗ്നിയോട് പറയാണ്. അഗ്നി എങ്ങനെയാണ് ധനം നേടിത്തരിക? നമ്മൾ അധ്വാനിക്കണം. അതിനെന്ത് വേണം? ഊർജം വേണം, ശക്തി വേണം. ഒന്ന് കൈ അനക്കണ്ടിക്ക് തന്നെ ശക്തി വേണ്ടേ? സംസാരിക്കാൻ ശക്തി വേണ്ടേ? അപ്പം അധ്വാനത്തിലൂടെയാണ് ഇതെല്ലാം ധനമെല്ലാം നേടിയിട്ട് നമ്മളെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് ഊർജമാണ്. ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ ഫാക്ടറിയിൽ ഊർജം ഉപയോഗിച്ചിട്ടാണ് കർമ്മങ്ങൾ, പുതിയ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്നത്, ധനം ഉണ്ടാക്കുന്നത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 97-2. സുക്ഷേത്രിയാ സുഗാതുയാ വസൂയാച്ച യജാമഹേ അപന ശോഷുചത്തഖം. ഞങ്ങൾ യജ്ഞം നടത്തുന്നത് മനോഹരമായ വാസസ്ഥാനങ്ങൾക്കും മനോഹരമായ മാർഗങ്ങൾക്കും ശ്രേഷ്ഠമായ ധനത്തിനും വേണ്ടിയാണ്. ഞങ്ങളുടെ പാപങ്ങളെ അഗ്നി ഭസ്മമാക്കട്ടെ. നമ്മൾ നല്ല വാസസ്ഥാനത്തിനും അതിലേക്കുള്ള നല്ല വഴികളും നല്ല ധനവും കിട്ടുവാൻ വേണ്ടിയിട്ട് യജ്ഞം ചെയ്യുന്നു. യജ്ഞം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നു, അധ്വാനിക്കുന്നു. അത് യജ്ഞം തന്നെ വേറെ അർത്ഥമൊന്നും എടുക്കണ്ട.
അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടി? വീടുകൾ നിർമ്മിക്കാൻ, നല്ല വഴികൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നല്ല മാർഗങ്ങൾ കണ്ടെത്താൻ. പുതിയ പുതിയ വസ്തുക്കളിൽ ഉണ്ടാക്കേണ്ട വഴികൾ എന്ന് പറയുമ്പോൾ നല്ല മാർഗങ്ങൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ ധനം നേടാൻ, ചുരുക്കത്തിൽ ധനം നേടാൻ നമ്മൾ യജ്ഞം ചെയ്യുകയാണ്. എങ്ങനെ? അതുകൊണ്ട് അഗ്നിയോട് പറയുന്നു നമ്മുടെ പാപങ്ങളെ ഭസ്മമാക്കണേ. അങ്ങനെ അധ്വാനിച്ചിട്ട് ആരുടെ സഹായത്താൽ? ഊർജത്തിൻ്റെ സഹായത്താൽ അധ്വാനിച്ചിട്ട് യജ്ഞം ചെയ്തിട്ട് നമ്മൾ ധനം നേടുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാകും. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 97-3 പ്രയത്നഭിഷ്ട യേഷാം പ്രാസ്മാകസശ്ച സൂരയ അപന ശോജുഷത് അഖം. സ്തുതിക്കുന്നവരിൽ മറ്റ് എല്ലാരെക്കാൾ ഞാൻ കൂടുതൽ മുൻപൻ ആകണമേ. ഞങ്ങളുടെ സ്തോതാക്കളും സ്തുതിക്കുന്നതിൽ മുൻപരാകണേ. ഞങ്ങളുടെ പാപങ്ങൾ ഭസ്മം ആക്കപ്പെടട്ടെ. സ്തുതിക്കുന്നവരിൽ എല്ലാവരും മറ്റുള്ളവരെക്കാട്ടിയും ഞാൻ മുമ്പനാകണേ. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സയൻസ്. വേദത്തിൽ എന്താണുള്ളത്? സയൻസ്. എല്ലാ സയൻസും ഉണ്ട്, പക്ഷെ ആരും കണ്ടെത്തിയിട്ടില്ല. അത്രയേ ഉള്ളൂ. അത് പക്ഷേ ശാസ്ത്രജ്ഞന്മാർ അവർ അധ്വാനിച്ച് കണ്ടെത്തുന്നു. അപ്പം അതെല്ലാം സ്തുതി തന്നെയാണ്. മോഡേൺ സയൻസ് എല്ലാം സ്തുതി എന്നതിലാണ് പെടുന്നത്. അപ്പം ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ മറ്റുള്ളവരെക്കാട്ടിയും നമ്മൾ ശ്രേഷ്ഠരാകണി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യണേ. അപ്പോൾ എല്ലാവരും നമ്മളെ സ്തുതിക്കും. കണ്ടിട്ടില്ലേ? ശാസ്ത്രത്തിൽ ചില രാജ്യങ്ങളിൽ അങ്ങ് പുരോഗമിക്കുമ്പോൾ നമ്മളോടൊന്ന് സ്തുതിക്കുമ്പോൾ അവൻ്റെ പുരോഗതി. എന്തുകൊണ്ടാണത്? വലിയ വലിയ ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യുന്നത് കൊണ്ട്. അപ്പം നമ്മൾ അതിൽ മുമ്പരാകണേ എന്ന് പറഞ്ഞാൽ ആ ഊർജം ഉപയോഗിച്ച് നമ്മൾ പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യണം. എന്നിട്ട് നമ്മുടെ പാപം ഭസ്മമാക്കണം. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 97-4 പ്രയത്തേ അഗ്നേ സൂരയോ ജായേഹം മഹീപ്രദേവയം അപന ശോഷുചത് അഖം. അഗ്നിയുടെ സ്തോതാക്കളായ ഞങ്ങൾ സന്താനവാന്മാർ ആകണേ. ഞങ്ങളുടെ പാപങ്ങൾ ഭസ്മമാക്കപ്പെടണേ. ഇതിൽ നമുക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകണേ എന്ന് പറയുകയാണ്. എങ്ങനെയാണ് നല്ല സന്താനം ഉണ്ടാവുക? നമ്മൾ ധനം നല്ല നിലയിൽ അധ്വാനിച്ച് നല്ല ഉന്നത നിലയിലെത്തുമ്പോൾ നമ്മളെ മക്കൾക്കും പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരമുണ്ട്. അവരെന്തായിരിക്കും? ഉന്നത നിലയിലേക്ക് എത്തും. അല്ലാതെ ഒരു പിച്ചക്കാരൻ്റെ മകനായിട്ട് ഒരു വലിയ ശാസ്ത്രജ്ഞൻ ജനിച്ചാൽ അവനെങ്ങനെയാണ് അവൻ്റെ കഴിവ് ഉപയോഗിക്കുക? അപ്പം അധ്വാനിച്ച് ധനം നേടുമ്പോൾ, നല്ല ജീവിക്കാനുള്ള നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ മക്കളും അവർക്കും പഠിക്കാനും ഉന്നതിയിലെത്താനുള്ള അവസരങ്ങളുണ്ട്. അതിലൂടെ അവർ ശ്രേഷ്ഠരായിത്തീരും. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 97-5 പ്രയദഗ്നേ സഹസ്വതോ വിശ്വതോ യന്തി ഭാനവഃ അപന ശോഷുചത് അഖം. അഗ്നിയുടെ ശത്രു വിജയികളായ ജ്വാലകൾ
എല്ലാ ഭാഗത്തും ഉയരുന്നു. അതിൽ നമ്മുടെ പാപങ്ങൾ ഭസ്മം ആക്കപ്പെടട്ടെ. അഗ്നിയുടെ ശ്രേഷ്ഠമായ ജ്വാലകൾ എല്ലാ ദിശയിലേക്കും ഉയരുന്നുണ്ട്. അതിലേതെല്ലാം അഗ്നി പെടും? അഗ്നി ചൂട് ഒരു പരിധി വരെ ഉയരും, പ്രകാശം എല്ലായിടത്തും എത്തും. അതിലും എത്തുന്നത് ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അത് ലോകം മുഴുവൻ വ്യാപിക്കും. അപ്പം പലതരത്തിലുള്ള അഗ്നിയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അഗ്നിയോട് പറയുന്ന നമ്മളെ പാപങ്ങളെല്ലാം മാറ്റിത്തരണേ. എല്ലായിടത്തും എത്തുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിലൊക്കെയല്ലേ നമ്മളിന്ന് ലോകത്തിൻ്റെ നിലനിൽപ്പ്, പുരോഗതി, സൗഭാഗ്യമെല്ലാം അതിലാണ് കിടക്കുന്നത്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 97 6. ത്വം ഹി വിശ്വതോമുഖ വിശ്വത പരിഭൂരസി അപന ശോഷുജത് അഖം. അഗ്നി എല്ലാ സ്ഥാനങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. അഗ്നിയിൽ ഞങ്ങളുടെ പാപങ്ങൾ കത്തി ചാമ്പലാകട്ടെ. ഇനി നമ്മൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഇതിനെപ്പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് വേദത്തിലൂടെ. താപം, ചൂട് പ്രസരിക്കുന്നത് 3 തരത്തിലാണെന്ന് സയൻസ് പഠിച്ചവർക്കറിയാം. ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അപ്പം താപം പ്രസരിക്കുന്ന 3 വിധം വേദം പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പം നമുക്കാദ്യം റേഡിയേഷനെ പറ്റി നോക്കാം. 6 റേഡിയേഷൻ എന്താണ് പറയുന്നത്? താപം മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വയം എല്ലായിടത്തും എത്തിച്ചേരും. അതിനുള്ള ഉദാഹരണം പഠിച്ചത് എങ്ങനെയാണ്? സൂര്യനിൽ നിന്നുള്ള ചൂട് ഒന്നിൻ്റെയും സഹായമില്ലാതെ ഇവിടെ എത്തുന്നുണ്ട്. കാരണം സൂര്യനും ഭൂമിക്കും ഇടക്ക് കുറേ സ്ഥലത്ത് വായുവില്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ആരുടെ സഹായമില്ലാതെ സൂര്യൻ്റെ താപം ഭൂമിയിലേക്ക് എത്തുകയാണ്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്, നീ എല്ലാ സ്ഥാനങ്ങളിലും വ്യാപിക്കുന്നു. അഗ്നി നടുവിൽ വായു ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട. ആ സൂര്യൻ്റെ ചൂട് ആ ശൂന്യ സ്ഥലത്തുകൂടി എല്ലായിടവും വ്യാപിക്കുന്നു. അതെന്താണ്? റേഡിയേഷൻ. ആരുടെ സഹായവും വേണ്ട, വായുവിൻ്റെ സഹായവും വേണ്ട. ഇനി നമ്മൾ കൺവെക്ഷൻ നോക്കാം. അത് 7. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 97 7. ദിശോ നോ വിശ്വതോ മുഖാദി നാവേവ പാരയ അപനാ ശോഷുജത് അഖം. അഗ്നി ഒരു വള്ളത്തെ പോലെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ അക്കരെ കടത്തുന്നു, ഞങ്ങളുടെ പാപങ്ങളെ ഭസ്മമാക്കുന്നു. എന്താണ് കൺവെക്ഷൻ? നമ്മൾ പഠിച്ചത് ജലവും വായുവും ചൂടാവുന്ന രീതിയാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അടിയിലാണ് നമ്മൾ ചൂടാക്കുന്നത്. അപ്പം ചൂടായ വെള്ളം ആ ചൂടിനെയും വഹിച്ചു. ചൂടായ വെള്ളം ഉണ്ടല്ലോ, അടിയിലത്തെ കുറച്ച് വെള്ളം, ചൂടായ വെള്ളം ആ ചൂടിനെയും വഹിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് വരും. അതാണ് വെള്ളം ഉയരുന്ന കാണുന്നത്. എന്നിട്ട് പുറത്തുള്ള നമുക്ക് തരും. ആ ചൂട് പുറത്ത് കാണും. അല്ലെങ്കിൽ ദൂരെ ഒരു തീ കത്തിച്ചാൽ നമുക്കിവിടെ ചൂട് കിട്ടും.
എങ്ങനെ കിട്ടുന്നത്? അവിടെയുള്ള വായു, കുറച്ച് വായു ആദ്യം ചൂടാകും. ഇത് ചൂടായ വായു സഞ്ചരിച്ചിട്ട് നമ്മുടെ എത്തും. അങ്ങനെയാണ് അടുപ്പിൻ്റെ അടുത്തുള്ള ചൂട് നമുക്ക് കിട്ടുന്നത്. അവിടെ ചൂടായ വായു സഞ്ചരിച്ചിട്ട് ആ വായു അതിനെ വഹിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്നു. ഇങ്ങനെ താപം പ്രസരിക്കുന്നതാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അഗ്നിയോട് പറയുകയാണ്, ഒരു വള്ളത്തെ പോലെ നീ ഞങ്ങളെ അക്കരെ കടത്തുക. അഗ്നി ഒരു വള്ളം മനുഷ്യരെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെ കരയിലേക്ക് എത്തിക്കുന്നത്. വള്ളം എന്ത് ചെയ്യുന്നു? നമ്മളെയും വഹിച്ചുകൊണ്ട് ഇവിടുന്ന് അവിടെ പോയി അപ്പുറത്തേക്ക് എത്തിക്കുന്നു. അതുപോലെ വായു ചൂടിനെ വഹിച്ചു. വായു ഇവിടെ വള്ളമാണ്. വായു ചൂടിനുള്ള സ്ഥലത്തുള്ള വായു ആ ചൂടിനെയും എടുത്തിട്ട് നേരെ നമുക്ക് കൊണ്ട് തരുന്നു. അതാണ് കൺവെക്ഷൻ. ഇനി കണ്ടക്ഷൻ. എട്ടിലെന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 97-8. സനസിന്ധും ഇവ നാവയാദീ വർഷ സ്വസ്തയേ അവന ശോഷുജത് അഖം. സമുദ്രത്തിൽ കൂടി മഴ കരയ്ക്ക് പോകുന്നത് പോലെ അഗ്നി ഞങ്ങളെ ഹിംസകരിൽ നിന്ന് അക്കരയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകണമേ എന്ന് അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ എരിഞ്ഞ് ചാമ്പലാകണമേ. കണ്ടക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഇരുമ്പ് കമ്പിയാണെന്ന് വെച്ചോ, ഇവിടെ ചൂടാക്കിയാൽ ചൂട് ഇവിടെ സ്പൂൺ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പൂൺ എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ ചൂട് നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. ഇവിടെ ചൂടാക്കിയാൽ ഇരുമ്പിൻ്റെ ഇപ്പുറത്ത്, ഇത് ഇരുമ്പാണ്, ഇവിടെ ചൂടാക്കിയാൽ ചൂട് ഈ സ്ഥലത്തെത്തും. എങ്ങനെ? ഇവിടെ ചൂട് കിട്ടിയാൽ ഇതാദ്യം ചൂടാകും, ഇതാ ചൂട് ഇപ്പുറത്തേന് കൊടുക്കും. അല്ലാതെ ഈ കണ സഞ്ചരിക്കുന്നില്ല. വെള്ളത്തിലും വായുവിലും അത് തന്നെ കൊണ്ട് കൊടുക്കുകയാണ്. ഇത് ഈ ചൂടായ സാധനം സഞ്ചരിക്കാൻ പറ്റില്ല, ദണ്ണായതുകൊണ്ട്. അപ്പം അതെന്ത് ചെയ്യുക? അതിന് കിട്ടിയ ചൂട് ഇപ്പുറം കൊടുക്കും, ഇതിന് കിട്ടിയ ചൂട് ഇപ്പുറം കൊടുക്കും, ഇതിന് കിട്ടിയ ചൂട് ഇപ്പുറം കൊടുക്കും. അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പം ഇത് സഞ്ചരിക്കുന്നില്ല, ചൂട് മാത്രം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഇതെന്ന് ഇതിലേക്ക്, ഇതെന്ന് ഇതിലേക്ക്, ഇതെന്ന് ഇതിലേക്ക്, ഇതെന്ന് ഇതിലേക്ക്. അപ്പം ഇവിടെ എന്താ പറയുന്നത് നോക്കാം. അഗ്നി, നീ സമുദ്രത്തിൽ നിന്നും മഴ ഒരു കരയിൽ നിന്നും മറ്റേ കരയിലേക്ക് പോകുന്നത് പോലെ നീ നമ്മളെ ഹിംസരകരിൽ നിന്നും അക്കരത്തേക്ക് കടത്തിക്കൊണ്ടുപോവുക. അഗ്നി ഇക്കരയിൽ നിന്ന് അക്കരെ കടക്കണം. എങ്ങനെ? മഴ ഒരു കരക്കുന്ന് മറ്റേ കരയിലേക്ക് പോകുന്ന പോലെ. അപ്പോൾ ഇവിടെ മഴ പെയ്യുകയാണ്. ഈ കരക്ക് കാറ്റടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ വെള്ളം കെട്ടിയിരിക്കുന്നിടത്ത് സ്ഥലത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മൈതാനത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ റോഡുമ്മൽ നോക്കിയാലും കാണാം. മഴ ഇങ്ങനെ പെയ്യും. ഇവിടുന്ന് ഇവിടത്തേക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക്, ഇങ്ങനെ പോകുന്നതാണ്. ആദ്യം ഈ കരക്ക് മഴ, എന്നിട്ട് കാറ്റടിക്കുമ്പോൾ പച്ചടിക്ക് വരുന്ന ജമ്പ് അങ്ങനല്ല ചെയ്യുന്നത്. മഴ ഇവിടെ മഴ പെയ്തിട്ട് പെട്ടെന്ന് അപ്പുറം പെയ്യില്ല. എങ്ങനെയാണ്?
ഇവിടുന്ന് ഇവിടെ, 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 അപ്പുറത്തേക്ക്. അതുപോലെ തന്നെ ഈ ഇരുമ്പിൽ ചൂട് ഇവിടുന്ന് ഇവിടത്തേക്ക്, ഇവിടത്തേക്ക്. അവർക്ക് ഈ പടം വരച്ചിട്ടൊന്നും കാണിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ചില പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ ഉദാഹരണ സഹിതം പറഞ്ഞു തരും, നിങ്ങൾക്ക് വേണ്ടിക്ക് മനസ്സിലാക്കിക്കൊള്ളുക. അവർക്ക് പറ്റുന്ന തരത്തിൽ ഉദാഹരണ സഹിതം പറഞ്ഞു. അതിനാണ് എന്ത് പറയുന്നത്, കണ്ടക്ഷൻ. അപ്പം കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനൊന്നും ആധുനിക സയൻസ് കണ്ടെത്തിയതല്ല, എല്ലാം വേദങ്ങളിലുള്ളതാണ്. നമ്മളിത് പറഞ്ഞിരുന്നുണ്ട്, നമ്മൾ ഈ ബുക്കും എടുത്ത് ഇതിന് അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞ് തലേൻ്റെ അടിയിൽ വെച്ച് ഉരുവിട്ടുകൊണ്ട് കിടക്കുന്ന സമയം ഈ തത്വങ്ങൾ ലോകത്തോട് പറഞ്ഞിരുന്നുവെങ്കിൽ നോബൽ സമ്മാനമെല്ലാം ഭാരതത്തിന് ലഭിക്കുമായിരുന്നു.